بسم الله الرحمن الرحيم يا بني إنها إن تك مثقال حبة من خردل فتكن في صخرة أو في السماوات أو في الأرض يأت بها الله إن الله لطيف خبير رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വസനികളെ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും ഉപദേശങ്ങളും കൃത്യമായി പാലിച്ച് തഖ്വയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. 2 മാസക്കാലം നമ്മുടെ നാടും നഗരവുമൊക്കെ വെക്കേഷന്റെ ആവേശത്തിലാണ്. ഇന്ന് പാക്കേജുകളുടെ കാലാണ്. മക്കൾക്ക് വേണ്ടി സമ്മർ പാക്കേജുകളും നാട്ടിലെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ സമ്മർ സർപ്രൈസുകളുമായി, ഓഫറുകളുമായി കാത്തിരിക്കുന്നു. ടൂറിസ്റ്റ് പ്ലേസുകള് ഓഫറുകളുടെ പെരുമഴക്കാലം വർഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയുള്ള കുറച്ച് മുതിർന്ന ആളുകൾ നമ്മുടെയൊക്കെ ചെറുപ്പകാലം, വെക്കേഷൻ കാലം നമ്മളൊന്ന് ആലോചിക്കാം. നാട്ടിൻപുറങ്ങളിലെ മൈതാനങ്ങളിലും വരണ്ട പാടങ്ങളിലും പുഴയോരങ്ങളിലുമൊക്കെ വേനലവധി ചെലവഴിച്ചിരുന്ന ഇന്നലകൾക്ക് ആധുനിക കാലഘട്ടത്തിലെ തലമുറയിലെ കുട്ടികൾ ചരമക്കുറിപ്പ് നൽകിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മളൊക്കെ കാണുന്നത്. വൈവിധ്യമാർന്ന കമ്പ്യൂട്ടർ ഗെയിമുകൾക്കും മൊബൈൽ ഗെയിമുകൾക്ക് മുന്നിലും റീൽസുകളിലും അതേപോലെ തന്നെ കോമഡികളിലും സിനിമകളിലുമാണ് പുതിയ തലമുറ വേനലവധി ആസ്വദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തെക്കുറിച്ച് അവൻ അറിയുന്നില്ല. ബന്ധങ്ങള് അവന് ബന്ധനങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. മാതാപിതാക്കളുടെ കുശലാന്വേഷണം അവന് അങ്ങേയറ്റം പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അഥവാ ആധുനിക കാലഘട്ടത്തിലെ പ്രതികരണശേഷിയില്ലാത്ത ബ്രോയിലർ കൂട്ടത്തിലേക്ക് പല മക്കളും ചേക്കേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് കയ്യിലുള്ള മൊബൈലും ഇന്റർനെറ്റ് സംവിധാനങ്ങളും ടിവിയും ഒക്കെ നമ്മുടെ മക്കളുടെ മനസ്സിനെയും ശരീരത്തെയും ആരോഗ്യത്തെയും ഒക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വീടിന്റെ തൊട്ടടുത്ത് ഗ്രൗണ്ട് ഉണ്ട്, പക്ഷേ മക്കൾ കളിക്കൂല. ഇന്ന് നമ്മുടെ മക്കളുടെ ഗ്രൗണ്ട് സ്വന്തം മൊബൈലാണ്. ഫുട്ബോൾ കളി മൊബൈലിൽ കളിക്കുന്ന കാലം, ക്രിക്കറ്റ് മൊബൈലിൽ കളിക്കുന്ന കാലാണ്, കബഡി മൊബൈലിൽ കളിക്കുന്ന കാലാണ്. അഥവാ കളികളൊക്കെ വിരലുകൾ കൊണ്ട് മാത്രം തോണ്ടിക്കളിക്കുന്ന ഒരു കാലമായി പുതിയ കാലഘട്ടം മാറി നടത്തും. അതുകൊണ്ട് തന്നെ 25ഉം 30ഉം വയസ്സാകുമ്പോഴേക്ക് കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഒക്കെ വന്ന് ചെറുപ്രായത്തിലെ മാരകമായ അസുഖങ്ങൾക്ക് അടിമപ്പെടുന്ന കാഴ്ചയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആധുനിക പഠനങ്ങൾ പറയുന്നത് 100% മക്കൾക്കും ഇന്ന് കണ്ണിന് ക്യാൻസർ ഉണ്ടെന്നാണ്. ഇനി വിശ്വാസപരമായിട്ടെടുത്താൽ നമ്മുടെ വിശ്വാസവും നമ്മുടെ സ്വഭാവവും നമ്മുടെ ആരാധനയും മാനസിക ആരോഗ്യവും ധനവും ഒക്കെ തകർത്തുകൊണ്ടാണ്
ഇത്തരം സംവിധാനങ്ങളെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 2 മാസക്കാലം നമ്മുടെ മക്കളെ ഒന്ന് കയ്യും കാലുമൊക്കെ ഇളക്കി കളിക്കാനുള്ള ഒരു പ്രചോദനം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അത് രക്ഷിതാക്കളായ നമ്മൾ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അതോടൊപ്പം തന്നെ ഒരു മുസ്ലിം എന്ന നിലക്ക്, വിശ്വാസി എന്ന നിലക്ക് ദീനും അദബും പഠിപ്പിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന സന്ദർഭമാണ്, സമയമാണ്. എങ്ങനെ വലിയവരെ ബഹുമാനിക്കണം, ചെറിയവരോടെങ്ങനെ കരുണ കാണിക്കണം, അയൽപക്ക ബന്ധം എങ്ങനെ, കുടുംബ ബന്ധം എങ്ങനെ, അതൊക്കെ ചേർക്കുന്നതിന്റെ പ്രാധാന്യം നമ്മുടെ മക്കൾ നമ്മിൽ നിന്ന് കണ്ടു വളരേണ്ട സമയമാണ്. അതിനവർക്ക് അവസരങ്ങൾ ഉണ്ടായി കൊടുക്കുക. ഈ ഒരു വെക്കേഷൻ കാലത്ത് 2 രീതിയിലാണ് മാതാപിതാക്കൾ കാണുന്നത്. ഒന്ന്, പ്രത്യേകിച്ച് ഉമ്മമാരുടെ സംസാരത്തിലൊക്കെ വരാറുള്ളത്, അതിലേറ്റവും പ്രധാനം കൂടുതൽ ആളുകളും പറയുന്നൊരു വാക്കാണ് എന്താ, നിങ്ങൾ ഇനി ഈ 2 മാസം ഇവനെ അല്ലെങ്കിൽ ഇവളെ ഞാൻ എന്താ ചെയ്യാന്ന്, 2 മാസക്കാലം എങ്ങനെ എന്റെ മകനെ ഞാൻ എന്റെ വീട്ടിൽ പൊറുപ്പിക്കുന്നു. സ്കൂൾ അവധി കിട്ടി, മക്കളെ വീട്ടിൽ വന്ന് ഒരു ദിവസമാകുന്നതിന്റെ മുമ്പേ പ്രിയമുള്ളവരെ രക്ഷിതാക്കൾ ചോദിക്കുന്ന ചോദ്യമാണ്, എന്താ കാട്ടും. ഇത് നാട്ടിലുള്ള ആളുകൾ പറയണ വാക്കല്ല, നാട്ടിലെ ആളുകള് പറയുന്നൊരു കാര്യമല്ല, നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്ന അയൽവാസിന്റെ ബേജാറല്ല. ആ കുട്ടിയെ ഏറ്റവും കൂടുതൽ സംരക്ഷിച്ചും സ്നേഹിച്ചും വളർത്തേണ്ട സ്വന്തം ഉമ്മയിൽ നിന്ന്, സ്വന്തം ബാപ്പയിൽ നിന്ന് ഈ ഒരു സംസാരം കേൾക്കേണ്ടി വരുന്ന മകന്റെ മകളുടെ മാനസികമായ അവസ്ഥ എന്തായിരിക്കും? സഹോദരങ്ങളെ, 10 മാസം സ്കൂളിലെ ടീച്ചറും മദ്രസയിലെ ഉസ്താദും നിങ്ങളുടെ മക്കളെ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താ 2 മാസം നമ്മുടെ മക്കളെ നമുക്ക് നോക്കിയാ വരിക? ഒന്നും വരൂല. വളർത്തേണ്ട രീതിയിൽ മക്കളെ വളർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. മക്കളെ ഒരു ഫിത്തിന ഉണ്ടാക്കിയിട്ടില്ല, ഒരു പ്രശ്നവും വീട്ടിലുണ്ടാക്കിയിട്ടില്ല. പക്ഷേ സ്കൂൾ അവധി കിട്ടി വീട്ടിൽ വന്ന് ബാഗ് തന്റെ ഷോൾഡറിൽ നിന്ന് എടുത്തു വെക്കുന്നതിന്റെ മുമ്പേ നമ്മൾ വിലയിരുത്താണ്, ഇനി എന്താ ഓനെ ചെയ്യാനാണ്, ജൂൺ വരെ സഹിക്കണ്ടേന്ന്. ഭക്ഷണം കൊടുക്കുന്നതിലല്ല പ്രശ്നം, ഭക്ഷണം കൊടുക്കുന്നതിലോ പണം ചെലവാക്കുന്നതിലോ അല്ല പ്രശ്നം. വീട്ടില് മക്കളുണ്ടെങ്കിൽ പറഞ്ഞനുസരിക്കൂല എന്നാണ് ഭയങ്കര പിത്തനെ കരഞ്ഞില്ല അല്ലെ. പ്രത്യേകിച്ച് 2-3 മക്കളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ 2 മാസം ഭയങ്കര അടങ്ങാറാണെന്നാണ്. ഈ രീതിയല്ല സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മൾ സ്വീകരിക്കുക. രണ്ടാമത്തൊരു രീതി ഉണ്ട്, ആ രീതിയാണ് നമ്മളൊക്കെ സ്വീകരിക്കേണ്ടത്. കഴിഞ്ഞ 10 മാസം പകുതിയിലേറെ സമയവും എന്റെ കുട്ടി എന്റെ കൂടെ ഇല്ല. പകൽ മുഴുവനായും അവൻ സ്കൂളിലാണ്. രാത്രിയിലെ കുറഞ്ഞ സമയം അല്ലെങ്കിൽ ഉറങ്ങുന്നതിന്റെ മുമ്പ് കുറച്ച് സമയം മാത്രമാണ് നമ്മുടെ മക്കളെ നമുക്ക് അടുത്ത് കിട്ടിയത്. അതുകൊണ്ട് ഇനിയുള്ള 2 മാസം ഇൻഷാ അല്ലാഹ് എന്റെ മക്കളെ എന്റെ കൂടെ രാവും പകലും ലഭിക്കണം. അവിടെയാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ യാ ഗുലാം എന്ന് വിളിച്ച സ്നേഹത്തിന്റെ വിളിക്കാനുള്ള ഒരു അവസരം, നല്ലൊരു ചാൻസ് പ്രിയമുള്ളവരെ നമുക്ക് വന്നു. യാ ബുനയ്യ, എന്റെ പൊന്നു മോനെ എന്ന പ്രവാചകന്മാരുടെ സംസാരത്തിലൂടെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആ ഒരു വിളിക്കാനുള്ള അവസരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. മക്കളെ തെറ്റുകളെ ബോധപൂർവം തിരുത്താൻ, സ്നേഹം കൊണ്ട് തിരുത്താൻ, കൂടെ നിർത്തി മാതൃക കാണിച്ച് തിരുത്തേണ്ടതു തിരുത്തി ഉപദേശങ്ങൾ കൊടുത്തു വളർത്താൻ പറ്റിയ ഏറ്റവും നല്ല ചാൻസ് അൽഹംദുലില്ലാഹ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഈ നിലക്കാണ് ഒരു വിശ്വാസി, ഒരു മുസ്ലിം സഹോദരങ്ങളെ ചിന്തിക്കേണ്ടത്. മഹാനായ ഉമർ ഇബ്നു അബീ സലമ റളിയല്ലാഹു അൻഹു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കളിക്കുകയും പ്രവാചകന്റെ കൂടെ കഴിയുകയും വളരെ അധികകാലം ജീവിക്കുവാൻ അവസരം ലഭിച്ച പ്രിയപ്പെട്ട സ്വഹാബിയാണ് ഉമർ ഇബ്നു അബീ സലമ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരിക്കലേ തന്റെ ചെറുപ്രായത്തിൽ ഉണ്ടായ ഒരു സംഭവത്തെ കുറിച്ച് അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയാ, കുൻതു ഗുലാമൻ ഫി ഹിജ്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിയിലിരിക്കുന്ന ആ ഒരു പ്രായം, ചെറിയ കുട്ടിയായിരിക്കുന്ന ആ സന്ദർഭത്തില് ഞാനും എന്റെ പ്രവാചകനും ഭക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ്, ഭക്ഷണം കഴിക്കുകയാണ്. വകാനത്തി യദി, എന്റെ കൈ തത്വീശു ഫി സഹ്ഫ, ഭക്ഷണപാത്രത്തിന്റെ അങ്ങിങ്ങായി എന്റെ കൈകൾ ഇങ്ങനെ ആ പാത്രത്തിൽ ഇങ്ങനെ ഓടിക്കളിക്കാൻ തുടങ്ങി. അഥവാ ഭക്ഷണം കഴിക്കുമ്പോ ഞാൻ പല ഭാഗത്തുനിന്ന് ഇങ്ങനെ വാരി തിന്നാണ്. എന്റെ കൈകൾ എല്ലാ ഭാഗത്തും കൂടി ഇങ്ങനെ പോയിട്ട് ഭക്ഷണം എടുത്ത് തിന്നാണ്. ഫഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറയാ, യാ ഗുലാം, പൊന്നുമോനെ, സമ്മില്ല, നീ ബിസ്മി ചൊല്ല്. വകുൽ ബിയമീനിക്, എന്നിട്ട് നീ നിന്റെ വലത് കൈ കൊണ്ട് തിന്ന്. വകുൽ മിമ്മാ യലീക്, നിന്റെ ഭാഗത്തു നിന്നായി നീ ഭക്ഷണം കഴിക്കുകയെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് ഉപദേശിച്ചു എന്ന് മഹാനായ ഉമർ ഇബ്നു അബീ സലമ റളിയല്ലാഹു അൻഹു സഹോദരങ്ങളെ പഠിപ്പിക്കാൻ ഈ ഹദീസ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, മഹാനായ ഉമർ ഇബ്നു അബീ സലമ റളിയല്ലാഹു അൻഹുവിനെ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ഈ ഒരു സാരോപദേശത്തിൽ നിന്ന് ധാരാളം പാഠങ്ങൾ പ്രിയമുള്ളവരെ നമുക്ക് പഠിക്കാനുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോ ഒരുപാട് കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. ഒന്ന് ബിസ്മി ചൊല്ലണമെന്ന് പറഞ്ഞു. മോനെ ബിസ്മി ചൊല്ലി, വലത് കൈ കൊണ്ട് ഭക്ഷിക്ക്. എവിടെയാണോ നീ ഇരിക്കുന്നത് ആ ഇരിക്കുന്ന ഭാഗത്ത് നിന്ന് ഭക്ഷണം കഴിക്കണം. അഥവാ മുമ്പിൽ പ്ലേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ആ സൈഡിൽ നിന്ന് വേണം ഭക്ഷണം കഴിച്ചു തുടങ്ങാൻ. പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ. പ്രവാചകൻ അതോടൊപ്പം പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉപദേശത്തിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? പ്രവാചകൻ ഇവിടെ ഉപദേശിച്ച് നൽകിയ ആ ഒരു രീതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മടിയിലിരിക്കുന്ന കുഞ്ഞിന് നൽകിയ ആ ചെറുപ്രായത്തിൽ അദ്ദേഹത്തിന് നൽകിയ ആ ഉപദേശത്തിന്റെ രീതിയാണ് ഇത്. കുഞ്ഞുങ്ങളെ, മക്കളെ വളർത്തുന്ന മാതാപിതാക്കൾക്കുള്ള വലിയ പാഠമായി നമുക്ക് ഈ ഹദീസ് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിലും ഇതേ കാര്യം, ഉപദേശത്തിന്റെ രംഗത്ത് നമ്മൾ സ്വീകരിക്കേണ്ട ചില മാതൃക വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിരുന്നുണ്ട്. യാ ബുനയ്യ, പൊന്നുമോനെ, ഇന്നഹാ ഇൻ തകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സുഹ്റത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണിപ്പറഞ്ഞതിന്റെ ഇടയിൽ അല്ലാഹു തആല പറയാ, ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനെ ഉപദേശിക്കുകയാണ്, യാ ബുനയ്യ, പൊന്നുമോനെ, ഇന്നഹാ ഇൻ തകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, ഒരു കാര്യം അതാ ഒരു കടുകുമണിയേക്കാൾ നിസ്സാരമാണെങ്കിലും, കടുകുമണിയേക്കാൾ നിസ്സാരമാണെങ്കിലും, ഫതകുൻ ഫീ സുഹ്റത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർള്, ആ കടുക് വിത്തിന്റെ അത്ര തൂക്കമുള്ള കാര്യത്തെ വലിയ പാറകൾക്കിടയിലാകട്ടെ, ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർള്, ആകാശഭൂമികൾക്കിടയിലുള്ളതാകട്ടെ, എവിടെ നീ കൊണ്ടുപോയി വെച്ചാലും യഅതി ബിഹല്ലാഹ്, അല്ലാഹു അതിനെ പുറത്തു കൊണ്ടുവരുന്നതാണ്. അല്ലാഹു ആ കാര്യത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ്. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, തീർച്ചയായും അല്ലാഹു നയജ്ഞനും സൂക്ഷ്മമായി അറിയുന്നവനുമാണ്. എന്നിട്ട് പറയാ, യാ ബുനയ്യ, പൊന്നുമോനെ, അഖിമിസ് സ്വലാ, നീ നിസ്കാരം നിലനിർത്തണം. വഅ്മുർ ബിൽ മഅറൂഫി വൻഹാ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കണേ, തിന്മ വിരോധിക്കണേ. വസ്ബിർ അലാ മാ അസ്വാബക, നിനക്ക് ബാധിക്കുന്ന വിഷമത്തിൽ നീ ക്ഷമിക്കണം, സ്വബർ കാണിക്കണം. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, അത് വളരെ ഗണ്യമായ ഉറപ്പായ കാര്യങ്ങളിൽ പെട്ടതാണ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ ഇബ്നു അബീ സലമയോട് പറഞ്ഞ ഈ വാക്കിലും ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനെ ഉപദേശിച്ചിടത്തൊക്കെ പ്രിയപ്പെട്ടവരെ നമുക്ക് ചില പാഠങ്ങളെ ഇസ്ലാം കൃത്യമായിട്ട് പഠിപ്പിച്ചിരുന്നു.
അപ്പൊ നിങ്ങൾ പ്രധാനമായും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താ അറിയോ? സാന്ദർഭികമായ ചില ഉപദേശങ്ങളാണ് ഇവിടെ ഉള്ളത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉപദേശമാണെങ്കിലും ലുക്മാൻ അലൈഹിസ്സലാം മകന് കൊടുത്തതാണെങ്കിലും സന്ദർഭത്തിനനുസരിച്ചുള്ള ഉപദേശമാണ്. എങ്ങനെ അല്ലെ, കൈകൾ പാത്രത്തിന്റെ പല ഭാഗത്തു കൂടി ഇങ്ങനെ കൊണ്ടുപോയി അങ്ങനെ ഒരു അദബില്ലാത്ത രൂപത്തിൽ ഭക്ഷണം കഴിച്ചപ്പോ പ്രവാചകൻ കൊടുത്ത ആ ഉപദേശത്തിന്റെ രീതി കുറ്റപ്പെടുത്താതെ ദേഷ്യം കാണിക്കാതെ സ്നേഹത്തോടു കൂടിയുള്ള ഉപദേശമാണ്. ഉമർ ഇബ്നു അബീ സലമ ഭക്ഷണം കഴിക്കുമ്പോ കൈകൾ പാത്രത്തിന്റെ പല ഭാഗത്തു കൂടി ഓടുകയാണ്. പ്രവാചകൻ എന്താ മോനെ നീ ചെയ്യണമെന്നല്ല ചോദിച്ചത്, എന്താ നീ ചെയ്യണത്? ഇങ്ങനെയാണോ ഭക്ഷണം കഴിക്കല്? ഇത്ര കാലം ഭക്ഷണം കഴിച്ചിട്ടും ഭക്ഷണത്തിന്റെ മര്യാദ ഒന്നും നീ പഠിച്ചിട്ടില്ലേ? അല്ലെ, നമ്മളൊക്കെ ചോദിക്കണ ചോദ്യമല്ലേ? മക്കളെ എന്തെങ്കിലുമൊക്കെ ആ നിലയ്ക്ക് കാണിക്കും പറയും, ഇല്ല ഇതാണോ ജു മദ്രസന്ന് പഠിച്ചത്? ഇത്രയും കാലമായിട്ട് ഇതാണോ പഠിച്ചത്? ഇങ്ങനെയാണോ ഭക്ഷണം കഴിക്കല്? അല്ലെ, ആ രീതിയല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയമുള്ളവരെ ചോദിക്കുന്നത്. തെറ്റുകളെ എടുത്തു പറയുന്നതിനു പകരം അവിടെ ചെയ്യേണ്ട നന്മ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. യാ ഗുലാം, യാ ഗുലാം, വിളിച്ചേടത്തുള്ള മര്യാദ. തെറ്റ് ചെയ്ത ഒരു കുട്ടിയെ അദബ് കാണിച്ച ഒരു കുട്ടിയെ പ്രവാചകൻ വിളിച്ച ആ സ്നേഹത്തിന്റെ വിളി എന്താ? യാ ഗുലാം എന്നാണ്, എന്റെ പൊന്നുമോനെ. സാഹചര്യത്തിനനുസരിച്ച് ഒരു ഉപദേശം കൊടുക്കുകയാണ്. സന്ദർഭം കിട്ടിയപ്പോ ആ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തിയിട്ട് പ്രവാചകൻ വിളിക്കുകയാണ് യാ ഗുലാം, അല്ലെ പൊന്നുമോനെ എന്ന് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു സെമ്മില്ല, നീ ബിസ്മി ചൊല്ലണം. വകുൽ ബി യമീനിക്, നിന്റെ വലത് കൈ കൊണ്ട് നീ ഭക്ഷിക്കണം. വകുൽ മിമ്മാ യലീക്, നിന്റെ ഭാഗത്തു നിന്ന് നീ ഭക്ഷിക്കുക. ലുക്മാൻ അലൈഹിസ്സലാം മകനെ വിളിക്കാണ്, റബ്ബിനെ സൂക്ഷിക്കണം മോനെ, റബ്ബിനെ നീ സൂക്ഷിക്കണം. ചെയ്യുന്ന ഏതു കർമ്മത്തെയും സൂക്ഷ്മമായി അള്ളാഹുവിന് അറിയാൻ സാധിക്കുന്നതാണ്. എന്താ പറഞ്ഞത്? മോനെ, ആരെയും നിനക്ക് മറച്ചു വെക്കാം. നീ ചെയ്യുന്നൊരു തെറ്റ് അത് ആരെയും നിനക്ക് മറച്ചു വെക്കാൻ പറ്റും. മക്കളിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, ഭർത്താവിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന് ആരെയും നിനക്ക് മറച്ചു വെക്കാം. പക്ഷേ നീ അത് മറച്ചു വെച്ചാലും അല്ലാഹു ആ തെറ്റിനെ കൊണ്ടുവരും. നീ മറച്ചു വെച്ച ആ കാര്യത്തെ അതെത്ര കടുകുമണിയുടെ അത്ര തൂക്കമുള്ളതാണെങ്കിലും അല്ലാഹു ആ കാര്യത്തെ കൊണ്ടുവരും. അത് നീ ഒരു പാറക്കുള്ളിലോ ആകാശഭൂമികൾക്കിടയിൽ എവിടെ നീ ഒളിപ്പിച്ചു വെച്ചാലും അല്ലാഹു ആ കാര്യത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ്. മകനെ അള്ളാഹിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മൾ മക്കളെ അള്ളാഹിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക എങ്ങനെയാ അല്ലെ? അള്ളാഹ് എന്തോ ഒരു ഭീകര സാധനമായിട്ടാണ് പല ആളുകളും മക്കളെ പഠിപ്പിക്കുക. ഒരു തെറ്റ് കണ്ടാല് അള്ളാഹ് നരകത്തിൽ കൂടും. അള്ളാഹ് എന്ന് പറഞ്ഞാല് നരകത്തിലേക്ക് ഇടുന്ന ഒരാളായിട്ടാണ് നമ്മളൊക്കെ പലപ്പോഴും ഇതിന് മക്കളെ പഠിപ്പിച്ചു. ആ റബ്ബിന്റെ കാരുണ്യം, ആ റബ്ബിന്റെ സ്നേഹം, ആ റബ്ബ് നൽകുന്ന ഔദാര്യങ്ങള് ഇതൊന്നും മക്കൾക്ക് ശരിക്കും പറഞ്ഞു കൊടുക്കൂല. മക്കളെ നരകം മാത്രം പറഞ്ഞെ പഠിപ്പിക്കും. മക്കളെ കണ്ണിൽ എന്താ പറയുക? മക്കളെ കണ്ണില് അള്ളാഹ് എന്ന് പറഞ്ഞാല് നരകത്തിലേക്ക് ഇടുന്ന ഒരാളായിട്ടാണ് മക്കള് കാണുക. എത്ര സ്നേഹത്തോടു കൂടിയാണ് ഓരോ ഉപദേശങ്ങളിൽ പ്രവാചകന്മാര് സഹോദരങ്ങളെ കൊടുക്കുന്നത്. ലുക്മാൻ അലൈഹിസ്സലാം മകനോട് പറയാ, മോനെ നീ നിസ്കാരം നിലനിർത്തണം. അഖിമിസ്വലാ വഅ്മുറു ബിൽ മഅറൂഫി വൻഹാ അനിൽ മുൻകർ, നീ നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. അതേപോലെ പല പ്രയാസങ്ങളും നിനക്ക് അനുഭവിക്കേണ്ടി വരും. ജീവിതമാണ്, ദുനിയാവിലെ ജീവിതമാണ്. പല പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലെ ക്ഷമിച്ച് സഹിച്ച് നീ നിലനിൽക്കണം, നിലകൊള്ളണം. അവിടൊക്കെ വിളിച്ച വിളിയൊക്കെ നിങ്ങൾ യാ ബുനയ്യ എന്നാണ്, എന്റെ പൊന്നു മോനെ എന്നുള്ള സ്നേഹത്തിന്റെ വിളിയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും യാക്കൂബ് നബിയും മക്കൾക്ക് നൽകിയ വസിയ്യത്തിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ബഖറയിലൂടെ പഠിപ്പിക്കുന്ന സന്ദർഭത്തിലും കാണാൻ ആ വിളി യാ ബുനയ്യ, പൊന്നു മോനെ എന്നുള്ള സ്നേഹത്തിന്റെ വിളിയാണ്.
സാന്ദർഭികമായ ഉപദേശങ്ങളാണ്. ഉപദേശിക്കുവാനുള്ള ഒരവസരം ആ അവസരത്തിൽ ചേർത്ത് നിർത്തിയുള്ള സാരോപദേശങ്ങളെയാണ് പ്രിയമുള്ളവർ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുക. നമ്മളും പ്രിയമുള്ളവരെ മക്കളോട് ഒരുപാട് ബാധ്യതകൾ നിർവഹിക്കാനുള്ള, കടമകൾ നിർവഹിക്കാനുള്ള മാതാപിതാക്കളാണ് നമ്മളൊക്കെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപക്ഷെ മക്കളില്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും. അള്ളാഹു അവർക്ക് സ്വാലിഹായ മക്കളെ പ്രദാനം ചെയ്യുമാറാകട്ടെ. പക്ഷെ മക്കളെ കിട്ടിയ നമ്മൾ ഓരോരുത്തരും ആ മക്കളോട് ചെയ്യേണ്ട കടമകൾ, ബാധ്യതകൾ കൃത്യമായി ചെയ്യേണ്ടവരാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ മക്കളെ ഉപദേശിക്കുന്നിടത്ത് പ്രിയപ്പെട്ടവരെ ഈ ഒരു ബോധപൂർവമായ ഒരു ഇടപെടൽ നമ്മുടെ കൂടെ നിർത്തി, സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തി, തെറ്റ് കാണുമ്പോ ആ തെറ്റിനെ വലുതാക്കാതെ നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ഉപദേശത്തിന്റെ രീതി ഖുർആൻ പഠിപ്പിച്ചെന്നത് ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കാനാണ്. ഇത് നമ്മിലുണ്ടോ എന്നുള്ളത് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചിന്തിക്കാം. കഴിഞ്ഞ 10 മാസക്കാലത്ത് സ്കൂൾ ജീവിതത്തിന്റെ ഇടയിൽ അവന്റെ ചുറ്റുപാടിൽ നിന്ന്, ഫ്രണ്ട്ഷിപ്പുകളിൽ നിന്ന് അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന തിന്മകൾ, തെറ്റായ സംസാരങ്ങൾ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും കാണുമ്പോൾ പ്രിയമുള്ളവരെ ദേഷ്യപ്പെടാതെ സ്നേഹത്തോടെ ഉപദേശിക്കാൻ നമുക്ക് സാധിക്കണം. അതെന്റെ ബാധ്യതയാണ് എന്ന് ഒരു തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുക. അതല്ലാതെ ഈ 2 മാസക്കാലം ഇനി എന്ത് ചെയ്യുന്നല്ല ചിന്തിക്കേണ്ടത്, ഇനി എങ്ങനെ വേണം വീട്ടിൽ പൊറുപ്പിക്കാന്നല്ല ചിന്തിക്കേണ്ടത്. എനിക്ക് കുറെ ചെയ്യാനുള്ള ഒരവസരമാണ് കിട്ടിയത് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ചെയ്യേണ്ടത്. ദീനിയായ ഉപദേശങ്ങൾ കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും ബോധപൂർവം നമ്മുടെ മക്കൾക്ക് നമ്മൾ ഒരുക്കി കൊടുക്കണം. സമ്മർ ക്യാമ്പുകൾ ഉണ്ടാവും, എല്ലാ വർഷവും നടക്കലുണ്ട്. സമ്മർ ക്യാമ്പുകൾ വരും. ദീന് പഠിക്കാൻ, മക്കൾക്ക് ദീന് വീട്ടില് പഠിക്കാനുള്ള അവസരങ്ങളാണ്. അതൊക്കെ നമ്മൾ അവർക്ക് ഉപയോഗപ്പെടുത്തി കൊടുക്കുക. ദീനി പഠന ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ അതിൽ പഠിപ്പിക്കുക. ദഅവ പ്രോഗ്രാമുകളിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ എത്തിക്കുക. എന്തിനു വേണ്ടിയ സഹോദരങ്ങളെ, എന്തിനു വേണ്ടിയ സഹോദരങ്ങളെ, സഹോദരിമാരെ? കണ്ണടക്കൂലേ നമ്മൾ ഓരോരുത്തരും? നമ്മളൊക്കെ മരിക്കും. മയ്യത്തായി മണ്ണിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയതൊക്കെ പ്രിയമുള്ളവരെ അതോടുകൂടി അവസാനിക്കുകയാണ്. നമ്മുടെ കച്ചവടത്തിന്, നമ്മുടെ ബിസിനസിന് പുതിയ അവകാശി വരികയാണ്. നമ്മൾ ഉണ്ടാക്കിയ വീടിന് പുതിയ ഉടമ വരികയാണ്. നമുക്ക് കൂട്ടിനായി ഉണ്ടാവുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അമലുഹു ഇല്ലാ സലാസന. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ എല്ലാ അമലുകളും അതോടുകൂടി മുറിഞ്ഞു പോകും. ഇല്ലാ സലാസൻ, 3 കാര്യങ്ങൾ ഒഴികെന്നാണ്. ഒന്ന് പറഞ്ഞത് ഇല്ലാ സ്വദഖത്തുൻ ജാരിയ, നിലനിൽക്കുന്ന ധർമ്മമാണ്. ഏതാ നിലനിൽക്കുന്ന ധർമ്മം? ഒരു പള്ളിക്ക്, ഒരു ദീനിയായ സ്ഥാപനത്തിന്, ഒരു നന്മക്ക് വേണ്ടി, അല്ലെ കുറച്ചാളുകൾക്ക് വെള്ളം ഉപയോഗിക്കാനുള്ള ഒരു കിണറിന് വേണ്ടി ഒക്കെ നമ്മൾ കൊടുത്ത ആ ദാനം, അതാണ് സ്വദഖത്തുൻ ജാരിയ. അത് മരിച്ചാലും അതിന്റെ അനന്തരം നമ്മുടെ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. 2 പ്രവാചകൻ പറഞ്ഞത് വഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായ അറിവാണ്. ആ അറിവ് കൊണ്ട് പ്രിയമുള്ളവർ ഒരു തിന്മ കാണുമ്പോ ആ തിന്മ ചെയ്യരുത് എന്ന് ഒരാളെ പഠിപ്പിച്ചു കൊടുക്കുക. ഒരാൾക്കൊരു നന്മ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, തിന്മ വിരോധിച്ചിട്ടുണ്ട് എങ്കിൽ ആ നന്മ അയാളുടെ ജീവിതത്തിൽ അയാൾ പ്രാവർത്തികമാക്കിയാൽ നമ്മൾ മരിച്ചാലും പ്രിയമുള്ളവരെ അയാൾ ചെയ്യുന്ന നന്മക്കുള്ള കൂലി നമ്മുടെ ഖബറിക്ക് വരികയാണ്. ഞാനൊരാളോട് തിന്മ കണ്ടു, ഒരാൾ തിന്മ ചെയ്യണ കണ്ടു, ഞാൻ അയാളോട് പറഞ്ഞു തിന്മയാണ്, ചെയ്യാൻ പാടില്ല, തെറ്റാണ്, അതിന്റെ ശിക്ഷ എങ്ങനെയാണ്? അയാൾ അന്ന് മുതൽ ആ തിന്മയിൽ നിന്ന് മാറിന്നാല് പ്രിയമുള്ളവർ നമുക്കതിന്റെ പ്രതിഫലമാണ്. നമ്മുടെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം വന്നുകൊണ്ടേയിരിക്കും. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മകൻ അല്ലെങ്കിൽ മകൾ. സ്വാലിഹായ മക്കള്, ആ മക്കളുടെ പ്രാർത്ഥനയും നമ്മുടെ ഖബറിലേക്ക് പ്രിയമുള്ളവരെ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഖബറിന്റെ അടുത്ത് വന്ന് മക്കൾ നടത്തുന്ന ആ ഇസ്തിഗ്ഫാറിന്റെ ഫലമായി സ്വർഗത്തിൽ ആ മാതാപിതാക്കൾ ഉന്നതമായ ദർജയിലായിരിക്കും ഉണ്ടാകുന്നത്. ആ മാതാപിതാക്കൾ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹുവോട് ചോദിക്കുന്നുണ്ട് ചോദ്യം, റബ്ബേ എനിക്ക് എന്തിനാ ഇത്രയും വലിയ ദർജ കിട്ടിയത്?
ഞാൻ ജീവിതത്തിൽ അതിനു മാത്രമുള്ള അമലൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്ന്. സ്വർഗത്തിൽ ഇത്രയും ഉന്നതമായ അല്ലെ ആ സ്വർഗത്തിലെത്താനുള്ള അമലുകളൊന്നും എൻ്റെ അടുത്തില്ല. പിന്നെ എങ്ങനെയപ്പോ ഞാൻ ഇവിടെ എത്തിയതെന്ന് പടച്ചോനോട് പ്രിയമുള്ളവരെ ചോദിക്കുന്ന സമയത്ത് അള്ളാഹ് പറയുന്ന വാക്കുണ്ട്, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് നടത്തിയ ഇസ്തിഗ്ഫാറിന്റെ ഫലം നിങ്ങൾക്ക് കിട്ടിയ ദർജയാണിത്. പ്രിയമുള്ളവരെ, ഈ സദസ്സിലിരിക്കുന്ന എത്ര ആളുകൾക്ക് ഈ ഒരു ഭാഗ്യം ലഭിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റും? അള്ളാഹു നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ അള്ളാഹു സ്വാലിഹായ കുടുംബമാക്കി മക്കളാക്കി അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله ഊസിക്കും സാനിയും ബിത്തഖ്വല്ലാ. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിൽ മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി നടത്തുന്ന 2-3 പ്രാർത്ഥനകൾ ഖുർആനിലുണ്ട്. നമുക്കൊക്കെ അറിയുന്നൊരു പ്രാർത്ഥനയാണ് റബ്ബി റഹ്മുഹുമാ കമാ റബ്ബയാനി സ്വഗീറ. അതേപോലെ റബ്ബന ഗ്ഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. ഒക്കെ ഖുർആൻ മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയായിട്ട് പഠിപ്പിച്ചിരുന്നു. ഇങ്ങനെ ഒരു പ്രാർത്ഥനയുടെ വചനം നമ്മുടെ മകളുടെ നാവിൽ നിന്ന് ഹൃദയമറിഞ്ഞു വരണമെങ്കിൽ, അങ്ങനെ ഒരു പ്രാർത്ഥന നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഈ പ്രാർത്ഥന നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ മക്കളുടെ നാവിൽ നിന്ന് എന്റെ ഉപ്പാക്ക് എന്റെ ഉമ്മാക്ക് അള്ളാഹുവേ നീ പുറത്തു കൊടുക്കണേന്ന് ആത്മാർത്ഥമായൊരു ദുആ, ആരും കാണാനോ ആരെങ്കിലും കേൾക്കാനോ അറിയാനൊന്നും വേണ്ടിയിട്ടല്ല. പ്രിയപ്പെട്ടവരെ, ഹൃദയം പൊട്ടി കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നൊരു വാചകം നമ്മുടെ മക്കളുടെ നാവിൽ നിന്ന് വരണമെങ്കിൽ ആ മനസ്സിലേക്ക് ആ ഒരു ഇൽമ് നമ്മൾ പഠിപ്പിച്ചു കൊടുത്താലേ ഉണ്ടാവുള്ളൂ. പഠിപ്പിച്ചു കൊടുക്കേണ്ടത് 2 രീതിയിലാണ്. എങ്ങനെ അറിയങ്ങൾ? ഒന്ന്, നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മക്കൾ കാണണം. 2, അവർക്ക് ഈ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുക. നമ്മുടെ ഉപ്പാന്റെ നമ്മുടെ ഉമ്മാന്റെ ഖബറിങ്ങൾ നമ്മുടെ മക്കളുടെ കൈ പിടിച്ച് കൊണ്ടുപോയി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ മാതൃക കാണിച്ചു കൊടുക്കണം. എങ്കിൽ നമ്മൾ മരിക്കുമ്പോ എന്ത് ചെയ്യും? നമ്മൾ മരിക്കുമ്പോ നമ്മുടെ ഖബറിങ്ങൾ അവരുടെ മക്കളുമായിട്ട് വരും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ മക്കൾക്ക് പ്രിയമുള്ളവരെ, ഭൗതികമായ പഠനങ്ങളിൽ നമ്മൾ ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടെന്നല്ല, ചെയ്തു കൊടുക്കണം. പക്ഷേ അതിന്റെ കൂടെ നമ്മൾ കൊടുക്കേണ്ട പാരത്രികമായിട്ടുള്ള കാര്യങ്ങളിലേക്കുള്ള അറിവ് പലപ്പോഴും നമ്മൾ കൊടുക്കണില്ല. ആ മക്കള് ജീവിതത്തിൽ ഉണ്ടാക്കിയ ഡിഗ്രിയും സർട്ടിഫിക്കറ്റുകളൊക്കെ പ്രിയമുള്ളവരെ, ഒരേ ആക്സിഡന്റ് വന്ന കഴിഞ്ഞില്ലേ, അവരെ പഠിപ്പിനിടയില് അവരുടെ ബൈക്കിന്റെ മേലെ ഇരുന്നുള്ളൊരു യാത്രക്കിടയില് അവരുടെ കയ്യിലാണ്, എന്റെ കയ്യിലാണ് നിയന്ത്രണമെന്ന് വിചാരിച്ച് ആ നിയന്ത്രണം ഒന്ന് തെറ്റിക്കഴിഞ്ഞാല് അവര് മയ്യത്താവും. നമ്മൾ പോലും വിളിക്കണ്ട. നമ്മുടെ മകനെ നമ്മൾ വിളിക്കും പിന്നെ മയ്യത്ത് നിന്നാണ് അല്ലെ? നമ്മുടെ സ്വന്തം മക്കളെ നമ്മൾ വിളിക്കുക പിന്നെ മയ്യത്ത് നിന്നാണ്. ദുനിയാവിലെ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ വാങ്ങിക്കൊടുക്കുമ്പോൾ പരലോകത്തേക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു മകനെ കൊണ്ട് മകളെ കൊണ്ട് പിന്നെ എന്ത് നേട്ടം നമുക്കുള്ളത്? അതുകൊണ്ട് ഒരു 10 ദിവസമാണ് നമ്മുടെ കൂടെ അവിടെ നമുക്ക് കിട്ടണതെങ്കിലും നമ്മുടെ ബാധ്യത നമുക്ക് നിർവഹിക്കാൻ പറ്റണം. മാതാപിതാക്കളോടുള്ള കടമ എന്തൊക്കെയാണ്? കുടുംബത്തോട് കാണിക്കേണ്ട മര്യാദകൾ, കുടുംബ ബന്ധം പാലിക്കുന്നതിന്റെ പ്രാധാന്യം, ഇതൊക്കെ മക്കളെ പഠിപ്പിക്കാൻ കിട്ടുന്ന അവസരമാണ്. അയൽപക്ക ബന്ധങ്ങൾ, സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ ഈ 2 മാസക്കാലം പ്രിയമുള്ളവരെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, മക്കളുടെ ഫ്രണ്ട്ഷിപ്പും ഈ വെക്കേഷനൊക്കെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്.
എല്ലാ തിരക്കുന്നവര് ഫ്രീഡം കിട്ടുന്ന സമയമാണ്. അതുകൊണ്ട് അവര് എവിടെ കൂട്ടുകൂടുന്നു, എവിടേക്കാണ് അവർ പോണത്, അവിടെ എന്തൊക്കെ കാണുന്നുണ്ട്, എന്തൊക്കെ കേൾക്കുന്നുണ്ട്, അവരുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിന്റെ ഫയലുകൾ എന്തൊക്കെയാണ്, അവരാർക്കൊക്കെയാണ് കോൾ ചെയ്യണത്, ആരോടൊക്കെയാണ് അവർ ചാറ്റ് ചെയ്യണത്, ഇതൊക്കെ നമ്മൾ പരിശോധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഖേദിക്കേണ്ടി വരും. കൃത്യമായ ഒരു ശ്രദ്ധ ഈ ഒരു കാലഘട്ടത്തിൽ, ഈ 2 മാസക്കാലം പ്രിയമുള്ളവരെ നമുക്കുണ്ടാവണം. കുടുംബത്തിലെ പലരും രോഗിയായി കിടക്കുന്ന ആളുകളുണ്ട്. അവിടെയൊക്കെ നമ്മുടെ മക്കളുടെ കൈ പിടിച്ചിട്ട് നമ്മൾ കയറി ചെന്ന് പ്രാർത്ഥിച്ച് കാണിച്ചു കൊടുക്കുക. നമ്മൾ മരിച്ചാലും അവർക്കത് ബോധം ഉണ്ടാവും. നമ്മൾ രോഗിയാകുമ്പോ അവർക്കത് ബോധം ഉണ്ടാവും. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും രോഗിയായി കിടന്നാല് അവർക്ക് ആ ബോധം ഉണ്ടാവും, വാപ്പ പോയി സന്ദർശിച്ചിരുന്നല്ലോ എന്ന്. ആ നിലയ്ക്ക് കൃത്യമായൊരു മാതൃകയാകുന്ന രൂപത്തിൽ ഈ ഒരു വെക്കേഷനെ നമ്മൾ പരമാവധി സഹോദരങ്ങളെ ഉപയോഗപ്പെടുത്തുക. കുടുംബങ്ങളെ നമ്മൾ സന്ദർശിക്കുക. അല്ലെ, സ്കൂളിലെ പഠനവും കുട്ടികളെ 10ാം ക്ലാസ്സും SLC +2 ഒക്കെ ആയതുകൊണ്ടും നിങ്ങൾ പല ആളുകളും ഒരു 10 മാസം എങ്ങോട്ടും പോയിട്ടുണ്ടാവില്ല. അത്ര ശ്രദ്ധ നമ്മൾ ആ കാര്യത്തിൽ കൊടുക്കുന്നുണ്ട്. 2 മാസം അവധി കിട്ടി. അല്ലെ, കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യം പഠിപ്പിക്കാൻ പറ്റുന്ന സമയമാണ്. അകന്ന ബന്ധങ്ങളുണ്ടോ? പ്രവാചകൻ പറഞ്ഞു, കുടുംബ ബന്ധം ചേർക്കാന്ന് പറഞ്ഞാല് സ്വന്തം അമ്മാന്റെ ബാപ്പാന്റെ കുടുംബത്തിൽ പോകുക എന്നുള്ളതല്ല. അകന്ന് നിൽക്കുന്ന ബന്ധങ്ങളുണ്ട്, നമ്മൾ ഒരിക്കലും പോകാത്ത കുറെ ബന്ധം. നമ്മുടെ കുടുംബാണ്, ബാപ്പാന്റെ കുടുംബാണ്, ഉമ്മാന്റെ കുടുംബാണ്. നമ്മൾ സാധാരണ കുടുംബം എന്ന് പറഞ്ഞാൽ പോവാൻ കിട്ട ഒന്നും ഉമ്മാന്റെ വരിക്കും, പിന്നെ വാപ്പാന്റെ ഏട്ടനുണ്ടെങ്കിൽ ആ ഏട്ടന്റെ വരിക്കും, അഞ്ചന്റെ വരിക്കും ഒന്ന് പോകും. പ്രവാചകന് കുടുംബ ബന്ധം എന്ന് പറഞ്ഞാല് അകന്നു നിൽക്കുന്ന ബന്ധങ്ങളെ ചേർക്കലാണ് എന്ത് കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാല്. അങ്ങനെ അകന്നു നിൽക്കുന്ന ആ ബന്ധങ്ങളിലേക്കൊക്കെ എന്ത് ചെയ്യാൻ അറിയോ? നമ്മുടെ മക്കളുടെ കൈ പിടിച്ചിട്ട് നമ്മൾ കയറി ചെന്ന് പ്രിയമുള്ളവരെ ആ ബന്ധങ്ങളൊക്കെ നമ്മൾ പുതുക്കുക. ആ നിലക്ക് നമ്മൾ ചെയ്യേണ്ട അമാനത്തുകൾ കൃത്യമായി നമ്മൾ എന്ത് ചെയ്യുക, നിർവഹിച്ചുകൊണ്ട് ഈ ഒരു അവധിക്കാലത്തെ പ്രിയമുള്ളവരെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇത് ടെൻഷൻ അടിക്കാനുള്ള കാലല്ല, ബോധപൂർവം അത് ഉപയോഗപ്പെടുത്തി മക്കളെ അടുത്തിരുത്തി സ്നേഹത്തിന്റെ സംസാരത്തിലൂടെ, സാന്ദർഭികമായ ഉപദേശത്തിലൂടെ ദീനീ കാര്യങ്ങൾ പഠിപ്പിക്കാനും നല്ല അദബുകൾ പഠിപ്പിക്കാനും നമ്മൾ ഈ വെക്കേഷനെ ഉപയോഗപ്പെടുത്തുക. അള്ളാഹുവിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെ, ഭാര്യമാരെ നീ ഒരു പരീക്ഷണമാക്കാതെ, വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഒരു പരീക്ഷനാണ്, ഫിത്നയാണെന്ന് ഖുർആൻ പറഞ്ഞു. ആ നിലക്കൊരു പരീക്ഷണമോ ഫിത്നയോ ആക്കാതെ ഇഹലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന കുടുംബമാക്കി, മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റിത്തരണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബത്തെ മുത്തഖീങ്ങൾക്ക് നീ ഇമാമാക്കണം. പരമകാരുണ്യകന്റെ അടിമകള് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണെന്ത്, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം. അല്ലാഹു നമ്മുടെ കുടുംബത്തെ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്ന എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ ആളുകൾക്ക് അല്ലാഹു